പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 296 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ വെഞ്ചസ്ലാസിനെ കുറിച്ചാണ്. AD 907 ബൊഹീമിയയിലാണ് വിശുദ്ധ വെഞ്ചസ്ലാസ് ജനിച്ചത്. ഒരു ഉത്തമ ക്രിസ്ത്യാനിയും അവിടുത്തെ നാടുവാഴിയുമായിരുന്ന യൂറാഡിസ്ലാസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ക്രൈസ്തവ മതവിരോധം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഡ്രഹോമീറ എന്ന വിജാതീയ സ്ത്രീയായിരുന്നു മാതാവ്. അവർക്കുണ്ടായ 2 മക്കളിൽ മൂത്തവനായിരുന്നു വെഞ്ചസ്ലാസ്, രണ്ടാമൻ ബൊലേസ്ലാവ്. വെഞ്ചസ്ലാസിനെ വളർത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മയായ ലുഡ്മില്ലയാണ്. അവൾ അവനെ ക്രൈസ്തവ ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു. വിശുദ്ധൻ്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണമടഞ്ഞു. അതോടെ ഭാര്യ ഡ്രഹോമീറ നാട്ടുഭരണം ഏറ്റെടുത്തു. ഇത്രനാൾ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ക്രൈസ്തവ വിരോധം പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം അവൾ തെല്ലും പാഴാക്കിയില്ല. ഒരു സ്വേച്ഛാധിപതിയായിരുന്ന അവൾ ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം പൂട്ടിച്ചു. മാത്രമല്ല, മതപ്രബോധനങ്ങളെല്ലാം അവൾ നിർത്തലാക്കി. ഇതും പോരാഞ്ഞിട്ട് അനേകരെ ക്രൂരമായി വധിക്കുകയും ചെയ്തു. ഇതിൽ അതീവ ദുഃഖിതയായ ലുഡ്മില്ല വിശുദ്ധനോട് രാജഭരണം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു. പിതാമഹിയുടെ ഈ അപേക്ഷയും പ്രജകളുടെ ഏകകണ്ഠമായ അഭ്യർത്ഥനയും രാജഭരണം ഏറ്റെടുക്കാൻ വെഞ്ചസ്ലാസിനെ പ്രേരിപ്പിച്ചു. എന്നാൽ സഹോദരനുമായൊരു കലഹം ഉണ്ടാകാതിരിക്കുന്നതിനായി അദ്ദേഹം രാജ്യത്തെ 2ആയി വിഭജിച്ച് വലിയൊരു ഭാഗം സഹോദരന് നൽകി. എന്നാൽ ഭരണകാര്യങ്ങളുണ്ടായ ഈ വ്യത്യാസം വിശുദ്ധന്റെ മാതാവിനെ കൂടുതൽ കോപിഷ്ഠിയാക്കി. ക്രിസ്തുമത വിരോധിയായ അവൾ വളർത്തുമകനെ ഉപയോഗിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ കൂടുതൽ മർദ്ദനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ വിശുദ്ധൻ തനിക്ക് ബാല്യത്തിൽ കിട്ടിയ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നീതിയോടും സമാധാനത്തോടും കൂടി സ്വപ്രജകളെ പരിപാലിച്ചു. ഭാരിച്ച രാജഭരണ ചുമതലകൾക്കിടയിലും പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. രാത്രിയിലെ ഏറെ ഭാഗവും പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്ത പ്രവൃത്തികൾക്കുമായി വിനിയോഗിച്ച അദ്ദേഹം രാജഭരണത്തേക്കാൾ ഇഷ്ടപ്പെട്ടിരുന്നത് സന്യാസമാണ്. ഇതിനിടയിൽ മതഭ്രാന്തി പിടിച്ച വിശുദ്ധന്റെ മാതാവ് അദ്ദേഹത്തിന്റെ വല്യമ്മയെ അതിക്രൂരമായി വധിച്ചു. ക്രൈസ്തവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ലുഡ്മില്ലയാണെന്നതായിരുന്നു കാരണം. എന്നിട്ടും അവരുടെ കോപം ശമിച്ചില്ല. അവൾ തന്റെ ഇളയ മകനെ വശീകരിച്ച് വിശുദ്ധനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഈ കാലത്താണ് വിശുദ്ധന്റെ സഹോദരനെ ഒരു പുത്രൻ ജനിച്ചത്. ശിശുവിന്റെ ജന്മം ആഘോഷിക്കാൻ ക്ഷണിക്കപ്പെട്ട വിശുദ്ധൻ ആ ക്ഷണം സസന്തോഷം സ്വീകരിച്ച് സഹോദരന്റെ വീട്ടിലെത്തി. അന്ന് രാത്രി പ്രാർത്ഥനയിലായിരുന്ന വിശുദ്ധനെ സ്വമാതാവിന്റെ പ്രേരണയാൽ സഹോദരൻ കുത്തിക്കൊന്നു. 930 സെപ്റ്റംബർ 28 ആ ക്രൂര സംഭവം അരങ്ങേറിയത്. വിശുദ്ധ വെഞ്ചസ്ലാസിന്റെ ഒരു വാക്ക് നമുക്ക് ഓർക്കാം: എല്ലായ്പ്പോഴും ദൈവത്തിന് കീഴ്പ്പെട്ട് സ്വന്തം ഇഷ്ടത്തേക്കാൾ ഉപരിയായി അവിടുത്തെ ഇഷ്ടം നിറവേറ്റുക. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഒരാളെ ചതിക്കുക എന്നത് ഒരു കടമാണ്. ഒരു നാൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന കടം. ഏവർക്കും നന്ദി.